ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു സൂര്യ കിച്ചൺ. ഇന്ന് ഞാനിവിടെ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടതും കുട്ടികൾക്കും അതുപോലെ വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടമായ ഒരു പഴംപൊരി അല്ലെങ്കിൽ ബനാന ഫ്രൈ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന്. ഞാൻ ബനാന ഫ്രൈയുടെ ബാറ്റർ റെഡിയാക്കാൻ വേണ്ടി 1 കപ്പ് മൈദ മാവ് അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ച്, ഇതിന് പകരം നമുക്ക് അരിപ്പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഒരു ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ എള്ള് എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ്, നല്ല പഴുത്ത പഴം, ഓയിൽ, ഫ്രൈ ചെയ്യാൻ വേണ്ടി ആവശ്യമായ ഓയിൽ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ബനാന ഫ്രൈക്ക് വേണ്ടുന്ന മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ആദ്യം തന്നെ ഈ ബനാന ഫ്രൈക്കുള്ള ബാറ്റർ മിക്സ് ചെയ്യാം. ഇനി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന മൈദാമാവ്, കോൺ സ്റ്റാർച്ച്, എടുത്തു വെച്ചിരിക്കുന്ന എള്ള്, ജീരകം, മഞ്ഞൾപ്പൊടി, ഷുഗർ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും സാധനങ്ങളിട്ട് ഇതിനെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാണ്. അതിനുശേഷം ഞാനിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മളുടെ ഒരു ഇഡ്ഡലി മാവിൻ്റെ അല്ലെങ്കിൽ ദോശമാവിൻ്റെ ഒരു പരുവത്തിൽ നമ്മളിതിനെ കലക്കിയെടുക്കണം. ഇപ്പോൾ ഇതാ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതുകൊണ്ട് നമ്മളുടെ ഒരു ഇഡ്ഡലി മാവിൻ്റെ ഒരു പരുവത്തിലാണ് ഞാനിവിടെ കലക്കിയിരുന്നത്. ഇതിപ്പോൾ വെള്ളം കൂടിപ്പോയാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് ആ മാവ് നമ്മുടെ പഴത്തിൽ പിടിക്കാതെ വരും. അതുകൊണ്ട് എപ്പോഴും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ചെയ്യാൻ നോക്കുക. അടുത്തതായിട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈ പഴത്തിനെ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിനെ ഒന്ന് നടുവേ കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ മുഴുവനായിട്ടും ചെയ്യാം, ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് ഇങ്ങനെ നടുവേ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. ആദ്യം ഞാൻ ഇങ്ങനെ നടുവേ കട്ട് ചെയ്ത ശേഷം ഈ പഴത്തിൻ്റെ തൊലി അങ്ങ് പൊളിച്ചെടുക്കുകയാണ്. ഇങ്ങനെ പൊളിച്ചെടുത്ത ശേഷം ഞാൻ ഇതിനെ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യുകയാണ്. എനിക്കെപ്പോഴും കുറച്ച് തിന്നായിട്ട് കട്ട് ചെയ്യുന്നതാണ് ഇഷ്ടമായിട്ടുള്ളത്. ഇപ്പം നിങ്ങൾക്ക് 2 ആയിട്ട് വേണേൽ കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതിനെ ഒരു 4 പീസാണ് ആക്കുന്നത്, ഈ ഒരു ഹാഫിനെ. അതുപോലെ നമുക്ക് ഈ പഴമെല്ലാം മുറിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ആ പഴമെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ബാറ്റർ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യുന്നതിനായി ഞാൻ ഒരു പാൻ അടുപ്പിൽ വെച്ച് ആവശ്യത്തിന് എണ്ണയും ഒഴിച്ചിട്ടുണ്ട്. ഇതിപ്പം ചൂടാകാൻ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ചൂടായിട്ടുണ്ട് നന്നായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഫ്ലെയിം ഞാൻ കുറച്ചിടുകയാണ്. ഫ്ലെയിം കൂട്ടിയിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇടുമ്പോൾ തന്നെ ഇതങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് അതിനുശേഷം ഓരോ പഴം ഇങ്ങനെ എടുത്ത് ഈ മാവിലേക്ക് നന്നായിട്ട് ഡിപ്പ് ചെയ്ത് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു. ഇടുമ്പോൾ കൈ കൊള്ളാതെ ഒന്ന് സൂക്ഷിച്ച് ചെയ്യണം. നമുക്കിതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഫോർക്ക് എടുത്തിട്ടാണ്, അത് നമുക്ക് എളുപ്പമുണ്ട് ചെയ്യാൻ. ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ തിരിച്ചു മറിച്ച് വിട്ട് നന്നായിട്ട് ഇതിനെ മുരിയിച്ചെടുക്കണം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും ഒരു 7 മിനിറ്റാണ് ആയിട്ടുള്ളത്. ഇപ്പോൾ ഇത് നല്ല മൊരിഞ്ഞ്
ഞാൻ ഇതിനകത്ത് ബേക്കിംഗ് സോഡ അങ്ങനത്തെ ഒന്നും ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇതുകൊണ്ട് നല്ല മാവെല്ലാം നന്നായിട്ട് വീർത്ത് വന്ന പോലെ തന്നെ ഇരിക്കുന്നത്. സാധാരണ നമ്മൾ എന്തെങ്കിലും ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്യുമ്പോഴാണ് അങ്ങനെയൊക്കെ വരുന്നത്. നമ്മൾ അപ്പോൾ തന്നെ എടുക്കുവാണ്. വേറെ ആർട്ടിഫിഷ്യലായിട്ടൊന്നും ഞാൻ ആഡ് ചെയ്തുമില്ല. നമുക്കിങ്ങനെ എല്ലാം ഒരു ടിഷ്യൂ പേപ്പർ വയ്ക്കുക. അപ്പോൾ എണ്ണമയം വരുന്നതെല്ലാം അതിലേക്ക് വലിഞ്ഞു പോകും. ഇത് ഒട്ടും എണ്ണ അങ്ങനെ കുടിച്ചിട്ടില്ല കേട്ടോ. സാധാരണ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ എണ്ണ കുടിക്കും, അങ്ങനെയൊക്കെയുള്ള പരാതികൾ എല്ലാവരും പറയാറുണ്ട്. പക്ഷേ ഇതിനകത്ത് അങ്ങനെ എണ്ണ പിടിച്ചിട്ടേ ഇല്ല. ഇപ്പം നമ്മളിങ്ങനെ ടിഷ്യൂ പേപ്പറിലേക്ക് വെക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഇതിൻ്റെ കൂടെ വരുന്ന എണ്ണയെല്ലാം അതങ്ങ് വലിച്ചെടുത്തോളും. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള പഴവും വറുത്തെടുക്കാം. അങ്ങനെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. നല്ല എളുപ്പമാണല്ലോ ഉണ്ടാക്കിയെടുക്കാൻ, ഒത്തിരി സമയമൊന്നും വേണ്ട. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇന്ന് ഗീതൂട്ടിയാണ് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ മോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ഞാൻ വീട്ടിലുണ്ടാകുന്ന, നമ്മൾ ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ടാക്കുന്ന ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് പഴംപൊരി. ഇഷ്ടമല്ലേ മോളെ? നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ നല്ല ചായയും എടുത്തിട്ടുണ്ട്. നല്ല ഏലക്കയൊക്കെ ഇട്ട് ഒരു ചായയും നല്ല ചൂട് പഴംപൊരിയും. നോക്കട്ടെ, ചൂട് നോക്കട്ടെ ഉണ്ടോ? ഒരു ചൂട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കഴിച്ചു നോക്കിയത്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇഷ്ടമായോ? ഇത് കണ്ട, എണ്ണ ഒന്നും പിടിച്ചിട്ടില്ല അതിന് മാത്രം. എന്തായാലും പഴംപൊരി നമ്മൾ കുറച്ച് പിടിക്കും. പക്ഷെ നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ കയ്യെ കൂടെ എല്ലാം ഒലിച്ച് വരുന്ന പോലെ വരാറുണ്ട്. പക്ഷെ ഇത് അത് മാത്രമൊന്നും പിടിച്ചിട്ടൊന്നുമില്ല. ഇഷ്ടമാണോ? ഇപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഒന്ന് പറയണം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. നല്ല ടേസ്റ്റാണ് ശരിക്കും. ജീരകത്തിൻ്റെ ആ ടേസ്റ്റൊക്കെ, ജീരകമൊക്കെ വറുത്ത് വരുമ്പോഴത്തേനുള്ള ടേസ്റ്റൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ ആ പറഞ്ഞ കണക്കിന് 2 പഴം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കറക്റ്റ് മാവാണത്. ഇപ്പം 4 പഴം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാം ഡബിൾ ക്വാണ്ടിറ്റി വീതം എല്ലാവരും എടുക്കുക. പിന്നെ അതുകൂടാതെ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ, ഫ്രണ്ട്സുമായിട്ടൊക്കെ. അപ്പോഴല്ലേ അവർക്കും ഈ വീഡിയോ കണ്ടിട്ട് ഇതൊക്കെ ഉണ്ടാക്കി നോക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.